ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പൊസിഷനിലെ മറ്റൊരു ടൂളായ ക്ലിപ്പ് എന്നതിനെ കുറിച്ചാണ്. ക്ലിപ്പിൽ പ്രധാനമായിട്ടും വരുന്നത് ഓട്ടോ, അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇനീഷ്യൽ, ഇത്രയും ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ക്ലിപ്പിനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് CSS ഉപയോഗിച്ച് ക്ലിപ്പ് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമേജോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ സൈസ് മുറിച്ചെടുക്കാനും ഏതെങ്കിലും ഭാഗത്തിൽ പ്രത്യേകം സൈസ് കുറച്ച് കൊടുക്കാനും അതേപോലെ തന്നെ വേണ്ട ഭാഗത്തേക്ക് കുറച്ച് കൂട്ടി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്കൊരു ഇമേജ് ഇൻസെർട്ട് ചെയ്യാണ്. ഇമേജ് SRC, ഇമേജിൻ്റെ പേര് നമ്മളിവിടെ വന്ന് IMG എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമുക്ക് CSS ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇമേജ് ആയതുകൊണ്ട് ഇമേജ് എന്ന് ചേർത്ത് കൊടുത്തു. അതിന് നമ്മൾ CSS ടാഗോടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് പൊസിഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊസിഷൻ നമ്മളിതിന് ആബ്സല്യൂട്ട് കൊടുക്കാൻ തീരുമാനിക്കുക. എന്താണ് ആബ്സല്യൂട്ട്, എന്താണ് റിലേറ്റീവ്ലി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നമ്മളിവിടെ ആബ്സല്യൂട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമ്മളൊരു 500 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിഡ്ത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മൾ ക്ലിപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഞാനൊരു 500 പിക്സലാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ക്ലിപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കോളൻ ഇട്ടതിന് ശേഷം റെക് എന്നെഴുതിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ 4 വാല്യൂ ചേർത്ത് കൊടുക്കുന്നത്. ഏത് രൂപത്തിലാണോ നമുക്ക് ക്ലിപ്പിംഗ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ 4 വാല്യൂ ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് ഭാഗത്ത് എത്രത്തോളം ക്ലിപ്പിംഗ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത് എത്രത്തോളം വേണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം എല്ലാം 0യിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ വാല്യൂ അതിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ വാല്യൂ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നാലാമത്തെ വാല്യൂ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എത്രത്തോളം ക്ലിപ്പിംഗ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നാലാമത്തെ വാല്യൂ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ എല്ലാം 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്ന് കൊടുക്കുമ്പോൾ എന്നിട്ട് അതിൽ വാല്യൂ ചേർത്ത് കൊടുക്കുമ്പോഴേ അത് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ വെബ് പേജ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ 0 കൊടുത്തുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 100 പിക്സൽ അല്ലെങ്കിൽ 200 പിക്സൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്കിവിടെ പ്രത്യേകം മാറ്റമൊന്നും വരുന്നില്ല. കാരണം ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, വെറും വിഡ്ത്ത് മാത്രമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമ്മളിതിൻ്റെ ഹൈറ്റും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പിക്ചറിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് 200 പിക്സൽ ക്ലിപ്പിങ്ങിലായിട്ട് വരുന്നുണ്ട്. അതായത് ആ പിക്ചർ മുഴുവനായിട്ടും, ഈ പിക്ചർ മുഴുവനായിട്ടും ഇത് ഒഴിവാക്കിയാൽ നമുക്ക് ആ പിക്ചർ എങ്ങനെയാണോ വരുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. ഈ രൂപത്തിലാണ് പിക്ചർ വരുന്നത്. ഇതിൽ നമ്മൾ ക്ലിപ്പ് ചെയ്തെടുക്കുന്നത്, അതായത് ക്രോപ്പ് ചെയ്തെടുക്കുന്നത് ഹൈറ്റ് നമ്മൾ 200 പിക്സലും അതേപോലെ വിഡ്ത്ത് നമ്മൾ 200 പിക്സലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിൽ നിന്നൊരു 100 പിക്സൽ നമുക്ക് ക്ലിപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ 100 പിക്സൽ ചേർത്ത് കൊടുക്കുക, 100 എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടൊരു 100 പിക്സൽ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അതേപോലെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു 50 പിക്സൽ കൂടി ക്രോപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഏറ്റവും അവസാനത്തെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 50 പിക്സലാണ് ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും ക്രോപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഇമേജിനെ നമുക്ക് ഏത് രൂപത്തിലാണോ ക്രോപ്പ് മുറിച്ചെടുക്കേണ്ടത് അതിന് വേണ്ടിയാണ് നമ്മൾ റെക്റ്റാങ്കിൾ ഈ രൂപത്തിൽ വാല്യൂ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് ടോപ്പിലെയും, രണ്ടാമത്തെ വാല്യൂ നമ്മൾ ഇതിൻ്റെ വിഡ്ത്തിനെയും, മൂന്നാമത്തെ വാല്യൂ നമ്മൾ ഇതിൻ്റെ ഹൈറ്റിനെയും, അതേപോലെ തന്നെ നാലാമത്തെ വാല്യൂ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്രത്തോളം ക്രോപ്പ് ചെയ്തെടുക്കണം എന്നതിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പിക്ചർ ക്ലിപ്പിംഗ് ഒന്നും ഇല്ലാതെ ആ പിക്ചർ മുഴുവനായിട്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഓട്ടോ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പിക്ചറിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗം നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ മുമ്പ്
ഒന്നിന് നമ്മളൊരു ഏതെങ്കിലും ക്ലിപ്പിംഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ഇനീഷ്യലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുമ്പ് നമ്മൾ ഏതാണോ കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതിന് ക്ലിപ്പിംഗ് വരിക. അതേപോലെ തന്നെ ഇൻഹെറിറ്റും നമുക്ക് ഉപയോഗിക്കാം. ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞാൽ പാരന്റ് ടാഗിന് ഏതാണോ CSS അല്ലെങ്കിൽ CSS ഏത് CSS വാല്യൂ ആണോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനെ അടിസ്ഥാനമാക്കി ഇതിന് നമുക്ക് ക്ലിപ്പിംഗ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.